കോലാഹലമുണ്ടാക്കിയ നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. വധശിക്ഷയ്ക്ക് പുറമെ 20 ലക്ഷം രൂപ പിഴയും വഴി തടഞ്ഞു നിർത്തി ആക്രമിച്ചതിന് തടവ് ശിക്ഷയും കോടതി വിധിച്ചു. പിഴത്തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നാണ് ഉത്തരവ്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് നിരീക്ഷിച്ച കോടതി കുറ്റകൃത്യത്തിന് ശേഷം പ്രതിക്ക് യാതൊരുവിധ മാനസാന്തരവും ഉണ്ടായിട്ടില്ലെന്നും കുറ്റകൃത്യത്തെ തുടർച്ചയായി ന്യായീകരിക്കുകയാണ് ചെയ്തതെന്നും വ്യക്തമാക്കി. പ്രതിക്ക് മാനസിക തകരാറുകൾ ഒന്നുമില്ലെന്ന് മാനസികാരോഗ്യ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കി ചൂണ്ടിക്കാട്ടിയ വിചാരണ കോടതി വ്യക്തമായ പദ്ധതി തയ്യാറാക്കിയാണ് കൊലപാതകം നടപ്പിലാക്കിയതെന്നും നിരീക്ഷിച്ചു. കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് ആവശ്യമായ സംരക്ഷണവും സഹായവും ഉറപ്പാക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രതിക്ക് സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ പിഴത്തുക ഈടാക്കുന്നതിനും മക്കളുടെ സംരക്ഷണത്തിനുമായി വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്ന് തുക നൽകാനും കോടതി ഉത്തരവുണ്ട്. കൂടാതെ പ്രതി പരോളിലോ മറ്റോ പുറത്തിറങ്ങുകയാണെങ്കിൽ സാക്ഷികൾക്കും ഇരകൾക്കും കൃത്യമായ സുരക്ഷ ഒരുക്കണമെന്നും കോടതി എടുത്തു പറഞ്ഞു. സംഭവം നടന്ന് 58 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുകയും ശാസ്ത്രീയ തെളിവുകൾ കൃത്യമായി ഹാജരാക്കുകയും ചെയ്ത അന്വേഷണ സംഘത്തെ വിധിന്യായത്തിൽ കോടതി പ്രത്യേകം അഭിനന്ദിച്ചു. കോടതി വിധിയിൽ പൂർണ്ണ ആശ്വാസമുണ്ടെന്നും അച്ഛന്റെയും അമ്മയുടെയും ഓർമ്മകൾ തങ്ങളോടൊപ്പം ഉണ്ടെന്നും സഹായിച്ച എല്ലാവർക്കും കോടതിക്കും നന്ദി അറിയിക്കുന്നതായും സുധാകരന്റെ മക്കളായ അതുല്യയും അഖിലയും പ്രതികരിച്ചു. ജഡ്ജിക്കായാലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത പോലീസിനായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇയാൾക്ക് വധശിക്ഷ കൊടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതേസമയം വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് പ്രതിഭാഗം വ്യക്തമാക്കി. 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടിയിൽ നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. അയൽവാസിയായ സുധാകരനെയും അദ്ദേഹത്തിന്റെ അമ്മ ലക്ഷ്മിയെയും വീടിന് സമീപത്ത് വെച്ച് ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുകയാണുണ്ടായത്. 2019 സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിലും പ്രതി ചെന്താമര തന്നെയായിരുന്നു. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് പോത്തുണ്ടിയിലെത്തി സുധാകരനെയും അമ്മയെയും പ്രതി വധിച്ചത്. സജിത വധക്കേസിൽ വിചാരണ പൂർത്തിയാക്കി കോടതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. കേസിൽ 81ഓളം സാക്ഷികളെ വിസ്തരിക്കുകയും 30ലധികം ശാസ്ത്രീയ ഫോറൻസിക് രേഖകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. വിചാരണ വേളയിലും കുറ്റബോധമില്ലാതെ പെരുമാറിയ പ്രതി താൻ ഗാന്ധിജിയൊന്നുമല്ല എന്നും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ കോടതിയിൽ നടത്തുകയും ചെയ്തു. വിചാരണ കോടതി വിധി പുറപ്പെടുവിച്ചതോടെ പ്രതി ചെന്താമര നിലവിൽ വധശിക്ഷ തടവുകാരനായി ജയിലിലാണ്. വിചാരണ കോടതി വിധിച്ച വധശിക്ഷ സ്ഥിരീകരിക്കുന്നതിനായി കേസ് ഹൈക്കോടതിയിലേക്ക് പോകും. ഇതിനൊപ്പം വിചാരണ കോടതി വിധിക്കെതിരെ പ്രതിഭാഗം മേൽക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്.